ഇത് ഇന്നലെ ഞാനുണ്ടാക്കിയ അലോവേര ജെല്ലാണ്. ഈ ജെൽ ഉണ്ടാക്കാൻ അലോവേരയുടെ ലീഫ് വേണം, ഗ്ലിസറിൻ വേണം, ശാന്തങ്കം വേണം, വൈറ്റമിൻ ഇ വേണം, എസെൻഷ്യൽ ഓയിൽ വേണം. ഞാൻ ഇതിനകത്ത് എസെൻഷ്യൽ ഓറഞ്ചാണ് എടുത്തേക്കുന്നത്. കയ്യിലൊക്കെ തേച്ച് നല്ല നീറ്റായിട്ട് കിട്ടി. ഞാൻ പല പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജെൽ ഫോമിൽ നല്ല രീതിയിൽ കിട്ടിയത്. ഇനി നമുക്ക് ജെൽ ഉണ്ടാക്കുന്നതിനായിട്ട് കറ്റാർ വാഴയുടെ ഇല കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മണ്ടയിലെ പരന്ന വശവും കട്ട് ചെയ്തിട്ട് പരന്ന ഒരു സ്പൂൺ വെച്ചിട്ട് ജെല്ല് വലിച്ചെടുക്കണം. അല്ലാതെ എടുത്താൽ ചിലപ്പം മൊത്തം കിട്ടത്തില്ല. അല്ലെങ്കിൽ കത്തി വെച്ച് മറ്റേ സൈഡിലത്തെ ഇലയുടെ വശവും പച്ചയുള്ളിടം കട്ട് ചെയ്ത് കളയണം. കണ്ടോ ഇങ്ങനെ നമ്മൾ പരന്ന ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ എളുപ്പം എടുക്കാം. ഇത് മൊത്തം നമുക്കിങ്ങനെ എടുക്കാം. എടുത്തതിന് ശേഷം നമുക്കിതിനെ വെള്ളമൊഴിച്ച് കഴുകാം. കഴുകുമ്പം വെള്ളത്തിൽ ഒരു സ്പൂൺ വിനേഗർ ഒഴിച്ചാൽ നമുക്ക് കൈ ചൊറിയത്തില്ല. നമുക്ക് സ്കിന്നിന് അലർജി ഉള്ളവരുണ്ട് അലോവേര എടുക്കുമ്പോൾ. അങ്ങനെ നന്നായിട്ട് നമ്മൾക്ക് കഴുകാം. ഒരു 2-3 പ്രാവശ്യം കഴുകാം. ആദ്യത്തെ കഴുകിൽ വിനേഗർ ഒഴിച്ചാൽ മതി, പിന്നെ വിനേഗരി ഒഴിക്കേണ്ട. മൂന്നാമത് നമ്മൾ കഴുകി വരുമ്പോഴത്തേക്ക് അത് നല്ല ക്ലീൻ ആകും. അതിൻ്റെ പുറത്തെ ആ കൊഴുപ്പ് എല്ലാം പോയി വൃത്തിയായി കിട്ടും. അന്നേരം എന്ത് ചെയ്യണം, നമ്മളൊരു ചല്നിയിലോട്ട് അരിപ്പയിലോട്ട് അത് ഇട്ടൊന്ന് വെള്ളം തോരാൻ വെക്കണം. ഈ കഴുകിയ വെള്ളം കളയാതെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് നല്ലതായിരിക്കും. ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്നു വരും. നല്ല വളമാണിതേ. നമ്മൾ ഈ കഴുകി വാരി വെച്ചതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞ് നല്ല ജ്യൂസായി കഴിയുമ്പോൾ അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ 2 സംഭവം ഉണ്ടാക്കുന്നത്. ജെല്ല് മാത്രമല്ല, ഇത്രയും അടിച്ചപ്പോൾ ഒരു ജ്യൂസ് കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് ലെമൺ ചേർന്ന ജ്യൂസാണ്. അതേസമയം ലെമണിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒരു 1/2 ഗ്ലാസ് തൈര് ചേർത്തിട്ട് ആകുമ്പം നമ്മൾ മോര് പോലെ ആക്കി വെച്ച് അങ്ങനെ തൈര് ലെമണിൻ്റെ സ്ഥാനത്ത് ചേർക്കുന്നതേ ഉള്ളൂ. ബാക്കി ഇഞ്ചി, 2 ചുവന്നുള്ളി, 1 പച്ചമുളക്, 4 കരിയാപ്പലയും ഒക്കെ ചേർത്ത് മിക്സിയിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഈ അലോവേരയുടെ നമ്മൾ ഈ അടിച്ചു വെച്ച ജ്യൂസും ചേർത്ത് അടിച്ചുകൊണ്ട് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പഞ്ചസാര ഉപ്പും ഒക്കെ അതുപോലെ ചേർക്കണം ആവശ്യത്തിന്. ഇതിപ്പോൾ നമ്മൾ ലെമൺ ഉണ്ടാക്കാൻ പോവുകയാണേ. ലെമണിൻ്റെ വേണ്ട ആ രസ് തന്നെ നമ്മൾ അടിച്ചു വെച്ച അതേ ജ്യൂസ് തന്നെ അരിച്ചെടുത്തത് തന്നെ ഇതിനകത്ത് ഒഴിച്ച് വെച്ച് ലെമണിൻ്റെ ഒരു ഹാഫും കൂടി ഒഴിച്ചതിന് ശേഷം പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് സ്വല്പം ഉപ്പും കൂടെ ഇടണം. പിന്നെ ഈ ജിഞ്ചർ ഒന്നിച്ചിരി ഞുറുക്കിയും ഇട്ടിട്ട് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി ജ്യൂസ് കുടിച്ച് ക്ഷീണം മാറ്റാം. അലോവേര ജെല്ലിൻ്റെ പണിയിലേക്ക് പോകാം. ബൗളിലേക്ക് നമുക്ക് ആദ്യം ഗ്ലിസറിൻ ഒഴിക്കണം. അതിനുശേഷം ഗ്ലിസറിൻ നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ശാന്തങ്കം 1 സ്പൂണ്. ഞാൻ കുറച്ച് ഏറെ ജെല്ലെടുത്തിട്ടുണ്ട്, ജെല്ലുണ്ടാക്കാൻ അതുകൊണ്ടാണ്. കുറച്ച് മാത്രമാകുമ്പോൾ അളവ് കുറച്ചിടുക ശാന്തങ്കം, അല്ലെങ്കിൽ മാവ് പോലെ ഇരിക്കും. സ്വല്പം ഇട്ടതിന് ശേഷം ഞാൻ 1 സ്പൂണാണ് ഇട്ടത്. എന്നിട്ട് ഇത്രയും സംഭവം എനിക്ക് ഇതിനകത്ത് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇത് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് ഒന്ന് അടിച്ചെടുത്തപ്പം ഇങ്ങനെയാണ് കിട്ടിയത്. കണ്ടോ, ഇതിലേക്ക് ഞാനിനി എസെൻഷ്യൽ ഓയിലും വൈറ്റമിൻ ഇയും 2ഉം ഓരോ സ്പൂൺ ഒഴിക്കണം. വൈറ്റമിൻ ഇ തീർന്നു, ഞാനതുകൊണ്ട് അങ്ങ് കമഴ്ത്തിയേ. ഒഴിച്ചിട്ടിനി നമുക്ക് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം ഒരു ഉണങ്ങിയ ബോട്ടിലിൽ ഇതെല്ലാം നമുക്ക് ഇട്ടിട്ട് എടുത്ത് വയ്ക്കാം. കുളിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പ് കയ്യിലും കാലിലും ഫേസിലും കഴുത്തിലും ഒക്കെ നല്ല പോലെ തേച്ചിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ തേച്ച് നിന്നിട്ട് പോയി കുളിച്ച് നോക്ക്. നമ്മുടെ സ്കിന്നെല്ലാം നല്ല നീറ്റാവും. എപ്പോഴും നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറായിരിക്കും. അത് ശരിക്കും ഗ്ലിസറിൻ ഉള്ളത് കൊണ്ട് വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അതുകൊണ്ട് നല്ല നീറ്റായിട്ടിരിക്കും. അലോവേര ജെല്ലും ഏറ്റവും ബെസ്റ്റ് അല്ലേ. ചെയ്ത് നോക്കണേ എല്ലാവരും.